നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ സോൾട്ട് ആൻഡ് അമോർഫസ് സോൾട്ട്. ഓക്കെ, അപ്പോൾ ഒരു ഡിഫറൻസ് നമുക്ക് നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പറയാം. ഇൻ ക്രിസ്റ്റലൈൻ സോൾട്ട് പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് ഇൻ എ ഡെഫിനിറ്റ് ജിയോമെട്രിക്കൽ പാറ്റേൺ. ഇൻ അമോർഫസ് സോൾട്ട് പാർട്ടിക്കിൾസ് ആർ നോട്ട് അറേഞ്ച്ഡ് ഇൻ എ ഡെഫിനിറ്റ് ജിയോമെട്രിക്കൽ പാറ്റേൺ. ഒന്ന് നമുക്ക് പറയും. ഓക്കെ, അതുപോലെ മറ്റൊന്നാണ് നമ്മൾ ക്രിസ്റ്റലൈൻ സോൾട്ടിന് എക്സാമ്പിൾ ഐസ് ഒരു എക്സാമ്പിളാണ്. അതിനെ ഞാൻ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായി 0 ഡിഗ്രി സെൽഷ്യസിൽ അത് മെൽറ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ ഞാനൊരു ടങ്സ്റ്റൺ, നമ്മുടെ വീട്ടിലുള്ള ലാമ്പിൻ്റെ ഫിലമെൻറ്റ് ഞാൻ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായി 3610 ഡിഗ്രി സെൽഷ്യസിൽ അത് മെൽറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രിസ്റ്റലൈൻ സോൾട്ടിന് എക്സാമ്പിൾ ഏതാണോ അതൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു കൃത്യമായ ടെമ്പറേച്ചറിൽ അത് മെൽറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പ്രയാസമുണ്ടെങ്കിൽ നമ്മളതിൽ നെറ്റിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ എലമെൻറ്റിൻ്റെയും മെൽറ്റിംഗ് പോയിൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നമുക്ക് ഒരു ഡിജിറ്റിൽ നമുക്ക് പറയാൻ പറ്റും. ഐസാണ് 0 ഡിഗ്രി, ടങ്സ്റ്റൻ ആണെങ്കിൽ 3610 ഡിഗ്രി, ഇങ്ങനെയുള്ള നമ്പറുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായി നമുക്ക് പറയാൻ പറ്റും. എന്നാൽ ഞാൻ അമോർഫസ് സോൾട്ടായ പ്ലാസ്റ്റിക്, ഞാൻ ഒരു ചെറിയ കഷ്ണം പ്ലാസ്റ്റിക് എടുക്കുന്നു, ഒരു ബക്കറ്റിൻ്റെ ഒരു കഷ്ണം എടുക്കാം, അല്ലെങ്കിൽ പിന്നെ പെപ്സിയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ എൻ്റെ ഒരു ബോട്ടിൽ എടുക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിഫറൻറ്റ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ എടുത്ത് നമ്മൾ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം മെൽറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറുകൾ വ്യത്യാസമായിരിക്കും. പ്ലാസ്റ്റിക് ആണെങ്കിൽ കൂടി അത് മെൽറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്തുവാണ്, വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാം ക്രിസ്റ്റലൈൻ സോൾട്ടുകൾക്ക് ഒരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ടാകും, എന്നാൽ ഇവർക്ക് നോ ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ്. അപ്പോൾ നമുക്ക് ക്രിസ്റ്റലൈൻ സോൾട്ടുകളാണെങ്കിൽ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് നമുക്ക് കൃത്യമായിട്ട് ഒരു ഡിജിറ്റിൽ നമുക്ക് 10 ഡിഗ്രി 100 ഡിഗ്രി 20 ഡിഗ്രി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. എന്നാൽ അമോർഫസ് സോൾട്ട് ആണെങ്കിൽ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് നമുക്കൊരു ഡിജിറ്റായിട്ട് 10 20 30 ഇങ്ങനെയുള്ള നമ്പറുകളിൽ നമുക്ക് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല, കിട്ടില്ല. ഇനി നമുക്ക് ഒരു നെറ്റിലോ ഗൂഗിളിലോ നമ്മൾ സെർച്ച് ചെയ്താൽ പോലും ഒരു അമോർഫസ് സോളിഡിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എത്രയാണ് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യുക, കൃത്യമായി കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ പറയും ക്രിസ്റ്റലൈൻ സോൾട്ടുകൾക്ക് എന്താ ചെയ്യുക, ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ട്, എന്നാൽ അമോർഫസ് സോൾട്ടാണ് എന്ത് ചെയ്യുക, കൃത്യമായ ഒരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ് ഇല്ല എന്ന് പറയാം. അപ്പോൾ ഒരു ഡിഫറൻസ് എന്തുവാണ്, ഇൻ ക്രിസ്റ്റലൈൻ സോൾട്ട് particles are arranged in a definite geometrical pattern, but in amorphous solid particles are not arranged in a definite geometrical pattern. They have a sharp melting point, they have no sharp melting point. Okay, അതുപോലെ മറ്റൊന്നാണ് എല്ലാ സോൾട്ടുകളും ഉണ്ടാക്കിയിരിക്കുക ആറ്റങ്ങൾ, മോളിക്യൂളുകൾ, അയോണുകൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോടിക്കണക്കിന് ആറ്റങ്ങൾ ചേർന്നിട്ടാണ് ഈ സോൾട്ടുകൾ ഉണ്ടായിരിക്കുക. അപ്പം ഈ ക്രിസ്റ്റലൈൻ സോൾട്ട് എടുത്ത് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ രണ്ടാമത്തെ പാർട്ടുകൾ തമ്മിലുള്ള അകലം ഒരു 10 സെൻറ്റിമീറ്ററാണ്, 10ഉം 11ാമത്തെ 10 സെൻറ്റിമീറ്ററാണ്, 1 ലക്ഷവും 1,01,000ാമത്തെയും എന്തുവാണ് അകലം അതേ ലെങ്ത് തന്നെയായിരിക്കും. ഓക്കെ, ആദ്യം മുതൽ അവസാനം വരെ എത്ര ലെയറുകളാണോ എത്ര പാർട്ടിക്കിളാണോ ഉള്ളത് അവർ തമ്മിലുള്ള അകലം ഒക്കെ എന്തുവാണ്, ഈക്വൽ ആയിരിക്കും. പാർട്ടിക്കിൾ തമ്മിൽ അകലം എന്തുവാണ്, ഈക്വൽ ആയിരിക്കും. എന്നാൽ അമോർഫസ് സോൾട്ട് ആണെങ്കിൽ ആദ്യത്തെ പാർട്ടിക്കിളുകൾ തമ്മിലുള്ള അകലം ഈക്വൽ ആയിരിക്കും, എന്നാൽ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ ചെയ്യാൻ, ഡിഫറൻ്റായി മാറും. ഇപ്പം നമ്മൾ വുഡ് നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ ആ മുറിഞ്ഞ ഭാഗത്തെ നമ്മൾ കളറ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ ഡിഫറൻ്റ് ആയിരിക്കും. മിഡിലാണ് എന്താ ചെയ്യുക, നല്ല കളറായിരിക്കും, പാർട്ടിക്കിളുകൾ നല്ല ഷാർപ്പായിട്ട് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യും, പിന്നെ എന്ത് ചെയ്യുക, ഡിസോർഡറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും ക്രിസ്റ്റലൈൻ സോൾട്ട് ആണെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള പാർട്ടിക്കിൾ തമ്മിലുള്ള അകലം ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ പറയും ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയും. ദേ ഹാവ് എ ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയും. എന്നാൽ ഈ കേസിലാണെങ്കിൽ നമ്മൾ പറയും ഷോർട്ട് റേഞ്ച് ഓർഡർ എന്ന് പറയും. ഇവിടെ
എത്ര 1 കോടി പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ 1 കോടി പാർട്ടിക്കിളുകൾ തമ്മിൽ അകലം എന്തുവാണ് ഈക്വൽ ആയിരിക്കും. ആദ്യം മുതൽ അവസാനം വരെയുള്ള പാർട്ടിക്കിളുകൾ തമ്മിൽ അകലം ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയും. എന്നാൽ ഇപ്പോഴാണെങ്കിൽ അമോർഫസ് സോൾഡ് എന്താ ചെയ്യുക, ആദ്യമുള്ള പാർട്ടിക്കിൾ തമ്മിലുള്ള അകലം ഈക്വൽ ആയിരിക്കും. പിന്നെ അതെന്താ ചെയ്യുക, ഡിസോർഡറായി മാറാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മൾ പറയും ഷോർട്ട് റേഞ്ച് ഓർഡർ എന്ന് പറയും. ഓക്കെ, ഷോർട്ട് റേഞ്ച് ഓർഡർ, അതുപോലെ ലോങ് റേഞ്ച് ഓർഡർ. അപ്പോൾ ക്രിസ്റ്റലൈൻ സോൾഡ് ആണെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള പാർട്ടിക്കിളുകൾ തമ്മിലുള്ള അകലം എന്തുവാണ്, ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയും. ഇനി അമോർഫസ് സോൾഡ് ആണെങ്കിൽ പാർട്ടിക്കിളുകൾ തമ്മിലുള്ള അകലം എന്താ ചെയ്യുക, ആദ്യം എന്തുവാണ് ഒക്കെ ഈക്വൽ ആണെങ്കിൽ പിന്നീട് എന്താ ചെയ്യുക, അത് ഡിസോർഡർ ആവാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, ഷോർട്ട് റേഞ്ച് ഓർഡർ എന്ന് പറയും. അപ്പോൾ ക്രിസ്റ്റലൈൻ സോൾഡ് ആണെങ്കിൽ ഇൻ ക്രിസ്റ്റലൈൻ സോൾഡ് particles are arranged in a definite geometrical pattern, but in amorphous solid particles are not arranged in a definite geometrical pattern. പിന്നെ ക്രിസ്റ്റലൈൻ സോൾഡ് ആണെങ്കിലോ, എല്ലാ ക്രിസ്റ്റലൈൻ സോൾഡിൻ്റെയും നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡിജിറ്റിൽ നമുക്ക് കിട്ടും 10, 20, 30 എന്നുള്ള നമ്പറുകൾ കിട്ടും. ദേ ഹാവ് എ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. ഇനി തൊട്ടപ്പുറത്താണെങ്കിലോ അമോർഫസ് സോൾഡ് ആണെങ്കിലോ ദേ ഹാവ് നോ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയും. പിന്നെയോ ലോങ് റേഞ്ച് ഓർഡർ, ഷോർട്ട് റേഞ്ച് ഓർഡർ എന്നൊക്കെ നമ്മൾ പറയും. ഇനി മറ്റൊന്നാണ് നമ്മളൊരു ക്രിസ്റ്റലൈൻ സോൾഡ്, ഇപ്പോൾ കോപ്പറോ അലൂമിനിയത്തിൻ്റെ വയറൊക്കെ നമ്മൾ ഇങ്ങനെ മുറിക്കാം. മുറിച്ച് കഴിഞ്ഞാൽ ആ മുറിഞ്ഞ എഡ്ജ് എന്താ ചെയ്യുക, നല്ല ഷാർപ്പായിരിക്കും. നമ്മൾ ഒരു നല്ല മിനുസമുള്ള അല്ലെങ്കിൽ ഷാർപ്പായ എഡ്ജുകളാണ് കിട്ടുക. എന്നാൽ ഒരു മരം വുഡ് നമ്മൾ കത്തി കൊണ്ടല്ല, നമ്മൾ കൈ കൊണ്ട് നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എഡ്ജ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഷാർപ്പായിരിക്കില്ല, ഒരു റഫായ സർഫസുകളാണ് കിട്ടുക. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റലൈൻ സോൾഡുകളാണെങ്കിൽ പാർട്ടിക്കിളുകൾ വെൽ ഓർഡേർഡ് ഫാഷനിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ. അമോർഫസ് സോൾഡ് ആണെങ്കിലോ പാർട്ടിക്കിളുകൾ വെൽ ഓർഡേർഡ് ഫാഷനിലല്ല. അല്ല കിട്ടുക, ഡിസോർഡർ ആയിട്ടാണ് എവിടെയുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. എല്ലാം ഡിസോർഡറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ക്രിസ്റ്റലൈൻ സോൾഡുകൾ ഞാൻ മുറിക്കുകയാണെങ്കിൽ, ഇവിടെ ഞാൻ ഒരു മുറിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഒന്നാമത്തെ ലെയറിൻ്റെ നേരെ ഹാഫിലൂടെയാണ്, പകുതിയിലൂടെയാണ് പോകുന്നത്. രണ്ടാമത്തേൻ്റെ പകുതിയിലൂടെ, മൂന്നാമത്തേൻ്റെ പകുതിയിലൂടെയാണ് മുറിക്കുക. ഇനി ഇവിടെയാണ് ഞാൻ മുറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ ഒരു പാർട്ടിക്കിളിനെയും ടച്ച് ചെയ്യുന്നില്ല, അങ്ങനെയാണ് കിട്ടുക. എന്നാൽ അമോർഫസ് സോൾഡ് ആണെങ്കിൽ പാർട്ടിക്കിളുകൾ ഡിസോർഡർ ആയതുകൊണ്ട് ഞാൻ ഇവിടെ മുറിക്കുകയാണെങ്കിൽ, ഇവിടെ മുറിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഇവിടെ ഒന്ന് പാർട്ടിക്കിളിൻ്റെ എൻ്റെ ഒരു അരികെ കിട്ടിയിട്ടുണ്ട്, ഇതിനെ ടച്ച് ചെയ്തിട്ടുണ്ട്, അതിനേക്കാളും കൂടുതലാണ്, ഇങ്ങനെയാണ് കിട്ടുക. ആ പാർട്ടിക്കിളുകൾ ഡിസോർഡറായി അറേഞ്ച് ചെയ്തുകൊണ്ട് നമ്മളൊന്ന് മുറിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ, ഇനി ഇങ്ങനെ ഞാൻ മുറിക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നാമത്തെ പകുതി കിട്ടി, ഇനി അടുത്തതിൻ്റെ മുക്കാൽ ഭാഗം, അടുത്തതിൻ്റെ ചെറിയ ഭാഗമാണ് ഇവിടെ ടച്ച് ചെയ്ത്, ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക, ഒരു കൃത്യമായ പ്ലെയിനിലൂടെ നമുക്ക് പാർട്ടിക്കിളിനെ കട്ട് ചെയ്യാൻ പറ്റും. ദേ ക്യാൻ ബി കട്ട് ത്രൂ എ ഡെഫിനറ്റ് പ്ലെയിൻ. അതുകൊണ്ട് എന്താ ചെയ്യുക, ഒരു ഷാർപ്പായ എഡ്ജുകൾ എന്താ ചെയ്യുക കിട്ടും. എന്നാൽ അമോർഫസ് സോൾഡ് ആണെങ്കിൽ ദേ കനോട്ട് ബി കട്ട് ത്രൂ എ ഡെഫിനറ്റ് പ്ലെയിൻ. ഒരു കൃത്യമായ പ്ലെയിനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കട്ട് ചെയ്യാനാവത്തില്ല. അതുകൊണ്ട് എന്താ ചെയ്യുക, ക്രിസ്റ്റലൈൻ സോൾഡുകളെ നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ ആ മുറിഞ്ഞ ഭാഗം എന്താ ചെയ്യുക, ഒരു നല്ല ക്ലീൻ സർഫസാണ് കിട്ടുക. ഓക്കെ അല്ലേ, ക്ലീൻ സർഫസുകൾ കിട്ടും. എന്നാൽ അമോർഫസ് സോൾഡ് എന്താ ചെയ്യുക, ഒരു കൃത്യമായ പ്ലെയിനിലൂടെ നമുക്ക് ഒരിക്കലും കട്ട് ചെയ്യാൻ പറ്റില്ല. കനോട്ട് ബി കട്ട് ത്രൂ എ ഡെഫിനറ്റ് പ്ലെയിൻ. അതുകൊണ്ട് എന്താ ചെയ്യുക, ഷാർപ്പായ എഡ്ജുകൾ ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് പറയാം, ദേ ക്യാൻ ബി കട്ട് ത്രൂ എ ഡെഫിനറ്റ് പ്ലെയിൻ, ദേ കനോട്ട് ബി കട്ട് ത്രൂ എ ഡെഫിനറ്റ് പ്ലെയിൻ. അപ്പോൾ ക്രിസ്റ്റലൈൻ സോൾഡാണ് എന്താ ചെയ്യുക, ഒരു കൃത്യമായ പ്ലെയിനിലൂടെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യുക, കട്ട് ചെയ്ത ഭാഗം എന്താ ചെയ്യുക, ഒരു ഷാർപ്പായ എഡ്ജുകളായിരിക്കും. എന്നാൽ അമോർഫസ് സോൾഡുകളാണെങ്കിൽ ഒരു സിംഗിൾ പ്ലെയിനിലൂടെ നമുക്ക് ഒരിക്കലും കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ മുറിഞ്ഞ ഭാഗം എന്താ ചെയ്യുക, ഒരു ഷാർപ്പായ എഡ്ജുകൾ ആയിരിക്കത്തില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഡിഫറൻസ് പറയാം. ഇൻ ക്രിസ്റ്റലൈൻ സോൾഡ് പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് ഇൻ എ ഡെഫിനറ്റ് ജിയോമെട്രിക്കൽ പാറ്റേൺ. ഇൻ അമോർഫസ് സോൾഡ് പാർട്ടിക്കിൾസ് ആർ നോട്ട് അറേഞ്ച്ഡ് ഇൻ എ ഡെഫിനറ്റ് ജിയോമെട്രിക്കൽ പാറ്റേൺ. They have a sharp melting point, they have no sharp melting point. Long range order, short range order, they can be cut through a definite plane, they cannot be cut through a definite plane. ഓക്കെ അല്ലേ, ക്ലിയർ ആണല്ലോ. അതുപോലെ മറ്റൊരു കാര്യമാണ്, ക്രിസ്റ്റലൈൻ സോളിഡുകൾ
നമ്മൾ ട്രൂ സോളിഡ് ആണ്, ഇതിന് നമ്മൾ സ്യൂഡോ സോളിഡ് എന്ന് പറയും. ക്രിസ്റ്റലൈൻ സോളിഡ് യഥാർത്ഥത്തിൽ ഒരു ട്രൂ സോളിഡ് ആണ്. എന്നാൽ അമോർഫസ് സോളിഡ് നമുക്കത് സോളിഡ് ആണോ ലിക്വിഡ് ആണോ എന്നൊന്നും നമുക്ക് കൃത്യമായി പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് നമ്മളതിനെ സ്യൂഡോ സോളിഡ് അല്ലെ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നൊക്കെ പറയാം. അത് നമ്മൾ ഇത്തിരി കഴിഞ്ഞിട്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യും. എന്തുവാണ് സ്യൂഡോ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നുള്ള ടേമുകളൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പറയും. അപ്പോൾ നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡുകളാണെങ്കിൽ അതിനെ ട്രൂ സോളിഡ് എന്ന് പറയും. ഇനി ഇതാണെങ്കിലോ സ്യൂഡോ സോളിഡുകൾ എന്ന് പറയും. ഓക്കെ ഓക്കെ. അതുപോലെ മറ്റൊരു കാര്യമാണ് ഇതൊരു ക്രിസ്റ്റലൈൻ സോളിഡായ NaCl ആണ്. ഓക്കെ, ക്രിസ്റ്റലൈൻ സോളിഡായ NaCl ആണ്. NaCl ഒരു ക്രിസ്റ്റലൈൻ സോളിഡിന് എക്സാമ്പിൾ ആണെന്ന് പറയാം. അപ്പോൾ ഈ NaClൻ്റെ ഇവിടെ ഞാനൊരു ഫോഴ്സ് കൊടുക്കുന്നു, ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്നു അല്ലെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായും Na+ അയോണുകൾ പതിയെ പതിയെ മൂവ് ചെയ്യാൻ തുടങ്ങും. പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ ആ അയോണുകൾ എന്ത് ചെയ്യുക, പതിയെ പതിയെ മൂവ് ചെയ്യാൻ തുടങ്ങും. നമുക്കറിയാം ചാർജുകൾ ഫ്ലോ ചെയ്യുമ്പോൾ എന്തുണ്ടാകും, ഒരു ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡയറക്ഷൻ നമ്മൾ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കറണ്ട് കിട്ടും അല്ലേ. Na+ അയോണുകൾ മൂവ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, ഒരു ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകും. അതിൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്തു. സ്വാഭാവികമായും ഇവിടെ Cl- അയോണുകൾ മൂവ് ചെയ്യും. തീർച്ചയായിട്ടും പോസിറ്റീവ് അയോൺ മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ Cl- എന്ന് പറയുന്ന നെഗറ്റീവ് അയോണുകൾ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. ഉറപ്പായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും ഡയറക്ഷൻ എന്തുമായിക്കോട്ടെ, എന്തായാലും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ എന്തുവാണ് നിങ്ങൾ ഫിസിക്സിൽ കൂടുതലായി നിങ്ങൾ ഡിസ്കസ് ചെയ്യും, പഠിക്കും. ഇനി ഞാൻ ഈ ഡയറക്ഷനിലേക്കാണ് ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ Na+ അയോൺ മൂവ് ചെയ്യും, ഇങ്ങോട്ടേക്ക് Cl- മൂവ് ചെയ്യും. അപ്പോൾ ഉണ്ടാകുന്ന കറണ്ട് ഓപ്പോസിറ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഡയറക്ഷനിലേക്കാണ് ഞാൻ ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ ഒരിക്കലും കറണ്ട് ഉണ്ടാകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന പ്രോപ്പർട്ടീസ് ഈ ഡയറക്ഷനും ഒക്കെ വ്യത്യാസമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടീസുകൾ ഡയറക്ഷൻ മാറുമ്പോൾ മാറി 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 വരികയാണെങ്കിൽ അതിനെ നമ്മൾ അനൈസോട്രോപ്പിക് എന്ന് പറയും. ഓരോ ഡയറക്ഷനിലും പ്രോപ്പർട്ടീസ് മാറി മാറി വരികയാണ്. ഇവിടെ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന പ്രോപ്പർട്ടീസ് ഈ ഡയറക്ഷൻ വ്യത്യാസമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഡയറക്ഷൻ മാറുമ്പോൾ ആ പ്രോപ്പർട്ടി മാറി മാറി വരികയാണെങ്കിൽ അതിനെ നമ്മൾ അനൈസോട്രോപ്പിക് എന്ന് പറയും. ഇനി എല്ലാ ഡയറക്ഷനിലും പ്രോപ്പർട്ടീസ് സെയിം ആണെങ്കിൽ നാം ഐസോട്രോപ്പിക് എന്ന് പറയും. പ്രോപ്പർട്ടി ആർ സെയിം ഇൻ ഓൾ ഡയറക്ഷൻ. എല്ലാ ഡയറക്ഷനിലും പ്രോപ്പർട്ടീസുകൾ സെയിം ആണെങ്കിൽ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇലക്ട്രിക് കറണ്ട്, റിഫ്രാക്റ്റ് ഇൻഡെക്സ് പോലെയുള്ള പ്രോപ്പർട്ടീസുകളൊക്കെ എന്താ ചെയ്യുക, എല്ലാ ഡയറക്ഷനിലും സെയിം ആണെങ്കിൽ അതിനെ നമ്മൾ ഐസോട്രോപ്പിക് എന്ന് പറയും. ഇനി ഓരോ ഡയറക്ഷനും വ്യത്യാസമാണെങ്കിൽ അതിനെ നമ്മൾ അനൈസോട്രോപ്പിക് എന്ന് പറയും. അപ്പോൾ ഞാനിവിടെ NaCl എന്ന് പറയുന്ന മോളിക്യൂൾ എടുത്ത് ഞാൻ അനലൈസ് ചെയ്തപ്പോൾ ഓരോ ഡയറക്ഷനിലും ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്താ ചെയ്യുക, വ്യത്യാസമാണ്. ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മാറി മാറി വരുന്തോറും ആ പ്രോപ്പർട്ടീസുകൾ എന്താ ചെയ്യുക, മാറി വരുന്നുണ്ട്. ഓക്കെ അല്ലേ. ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മാറുമ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന പ്രോപ്പർട്ടീസുകൾ എന്താ ചെയ്യുക, മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ പ്രോപ്പർട്ടി ഇവിടെയൊക്കെ എന്താ ചെയ്യുക, ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ NaClൻ്റെ പ്രോപ്പർട്ടി നമ്മൾ അനൈസോട്രോപ്പിക് ആണെന്ന് പറയും. അപ്പം നമ്മൾ ഒരു കാര്യങ്ങൾ പറയാം, ക്രിസ്റ്റലൈൻ സോളിഡുകൾ എന്താ ചെയ്യുക, ക്രിസ്റ്റലൈൻ സോളിഡുകൾ അനൈസോട്രോപ്പിക് ആണ്. എന്നാൽ എനിക്ക് അമോർഫസ് സോളിഡിൻ്റെ ഡയഗ്രം എനിക്ക് ഇങ്ങനെ വരക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതിനെ ഒന്ന് മാറ്റി പറയും. ഇതെന്തുവാണ്, ഐസോട്രോപ്പിക് ആണെന്ന് പറയും.
എനിക്ക് NaCl മോഡൽ എന്താ ചെയ്യുക, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡയഗ്രങ്ങൾ വരയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതിനാൽ എനിക്ക് ഇതേപോലെ എനിക്ക് എന്താ ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്രയാസമാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, അമോർഫസ് സോളിഡ് എന്തുവാണ്, ഐസോട്രോപ്പിക് ആണ്. ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ പ്രോപ്പർട്ടീസുകൾ എന്താ ചെയ്യുക, അനൈസോട്രോപ്പിക് ആണ്. എന്നാൽ അമോർഫസ് എന്താ ചെയ്യുക, ഐസോട്രോപ്പിക് ആണ്. പ്രോപ്പർട്ടി ആർ സെയിം ഇൻ ഓൾ ഡയറക്ഷൻ. അപ്പോൾ എക്സാമിന് ചോദിക്കും, ഡിഫൈൻ ഐസോട്രോപ്പിക് ആൻഡ് അനൈസോട്രോപ്പിക്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് ഇലക്ട്രിക് കറണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫിസിക്സിൽ ഓപ്റ്റിക്സിൽ നിങ്ങൾ പഠിക്കും. ഫിസിക്കൽ പ്രോപ്പർട്ടീസുകളായ എന്തുവാണ്, ഇലക്ട്രിക് കറണ്ട്, അതുപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകളൊക്കെ എല്ലാ ഡയറക്ഷനിലും സെയിം ആണെങ്കിൽ അതിനെ നമ്മൾ ഐസോട്രോപ്പിക് എന്ന് പറയും. ഇനി ഓരോ ഡയറക്ഷനും വ്യത്യാസമാണെങ്കിൽ നമ്മൾ അതിനെ അനൈസോട്രോപ്പിക് എന്ന് പറയും. പ്രോപ്പർട്ടീസ് ലൈക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആർ സെയിം ഇൻ ഓൾ ഡയറക്ഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ പറയും ഐസോട്രോപ്പിക്. പ്രോപ്പർട്ടീസ് ആർ സെയിം ഇൻ ഓൾ ഡയറക്ഷൻ കോൾഡ് ഐസോട്രോപ്പിക്. പ്രോപ്പർട്ടീസ് ആർ ഡിഫറൻറ്റ് ഇൻ ഡിഫറൻറ്റ് ഡയറക്ഷൻ ഈസ് കോൾഡ് എന്തുവാണ്, അനൈസോട്രോപ്പിക് എന്ന് പറയും. അപ്പോൾ നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡുകൾ എന്തുവാണ്, അനൈസോട്രോപ്പിക് ആണ്. അതുപോലെ അമോർഫസ് സോളിഡ് എന്താ ചെയ്യുക, ഐസോട്രോപ്പിക് ആണ്. അപ്പോൾ എക്സാമിന് ഒരു ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ടുകൾ NaCl, പ്ലാസ്റ്റിക്, റബ്ബർ, വുഡ് എന്നിങ്ങനെ കുറച്ച് എക്സാമ്പിൾ തന്നിട്ട് ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു ഐസോട്രോപ്പിക് ആൻഡ് അനൈസോട്രോപ്പിക് എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഡയറക്റ്റായ മീനിങ് എന്തുവാണ്, ക്രിസ്റ്റലൈനായും അമോർഫസായും ക്ലാസിഫൈ ചെയ്യാനാണ് ചോദ്യം. അപ്പോൾ ക്രിസ്റ്റലൈനിൻ്റെ കൂട്ടത്തിൽ ഏതാണ് വരിക, അനൈസോട്രോപ്പിക് എന്തുവാണ്, ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. അനൈസോട്രോപ്പിക് ഏതാണോ അതൊക്കെ എന്തുവാണ്, ക്രിസ്റ്റലൈൻ ആണ്. ഐസോട്രോപ്പിക് എന്തുവാണ്, അമോർഫസ് സോളിഡിന് എക്സാമ്പിളാണ്. അപ്പോൾ പ്ലാസ്റ്റിക്, റബ്ബർ, വുഡൊക്കെ എന്തുവാണ്, ഐസോട്രോപ്പിക് ആണ്. അതുപോലെ കെമിക്കൽ കോമ്പൗണ്ടായ NaCl, ഗോൾഡ്, സിൽവർ, അതുപോലെ കോപ്പർ സൾഫേറ്റ്, സിങ്ക് സൾഫേറ്റ് ഒക്കെ എന്തുവാണ്, അനൈസോട്രോപ്പിക്കിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഡിഫറൻസ് പറയാം. In crystalline solid, particles are arranged in a definite geometrical pattern. In amorphous solid, particles are not arranged in a definite geometrical pattern. They have a sharp melting point, they have a non-sharp melting point, long range order, short range order. They can be cut through a definite plane, they cannot be cut through a definite plane. True solid, pseudo solid, isotropic, anisotropic. അപ്പോൾ എന്താ ഡിഫൈൻ ഐസോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ properties are same in all direction called isotropic. Properties are not same in all direction called the properties are not same in all direction called എന്താണ്, അനൈസോട്രോപ്പിക് എന്ന്. Property are same in all direction called isotropic. Properties are not same in all direction called എന്താണ്, അനൈസോട്രോപ്പിക് എന്ന് പറയും. ഓക്കെ, അപ്പം ഇത് അനൈസോട്രോപ്പിക്, ഇത് ഐസോട്രോപ്പിക്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിയണം. അതുപോലെ ഇവിടെ ഞാനൊരു സ്യൂഡോ സോളിഡ് എന്നൊരു ടേം ഞാൻ ഉപയോഗിച്ചു. അപ്പോൾ എന്തുവാണ് സ്യൂഡോ സോളിഡ് എന്നൊരു ടേമുകൾ ഒരു പക്ഷേ എക്സാമിന് ചെയ്യും. ഗ്ലാസിനെ നമ്മൾ അമോർഫസ് സോളിഡിനെ നമ്മൾ സ്യൂഡോ സോളിഡ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് പറയും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ് ടാറ് ഒരു അമോർഫസ് സോളിഡിന് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു. ഈ ടാറിന് എന്ത് പ്രോപ്പർട്ടീസ് ഉണ്ട്, ടെമ്പറേച്ചർ ചെറുതായി വേരി ചെയ്യുമ്പോൾ ഈ ടാറ് ടെമ്പറേച്ചർ വേരി ചെയ്യുമ്പോൾ അത് ഫ്ലോ ചെയ്യുവാനുള്ള ഒരു ലിക്വിഡിൻ്റെ ചില പ്രോപ്പർട്ടീസുകൾ വരും. ഇപ്പോൾ ഈ ഗ്ലാസ് ഒക്കെ എന്തുവാണ്, ടെമ്പറേച്ചർ വേരി ചെയ്യുമ്പോൾ അത് ലിക്വിഡിൻ്റെ പോലെ എന്താ ചെയ്യുക, ഫ്ലോ ചെയ്യുവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ലൈക്ക് ലിക്വിഡ്, അമോർഫസ് സോളിഡ് ഹാസ് എ ടെൻഡൻസി ടു ഫ്ലോ. ഇപ്പോൾ ടാറൊക്കെ എന്താ ചെയ്യുക, നമുക്ക് കൃത്യമായി ഫീൽ ചെയ്യും, ഗ്ലാസും ഇടയ്ക്ക് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ ടെമ്പറേച്ചർ വേരി ചെയ്യുമ്പോൾ അത് മെൽറ്റ് ചെയ്ത് അത് ഫ്ലോ ചെയ്യുവാനുള്ള ചെറിയൊരു പോസിബിലിറ്റി. എന്നാൽ പ്യുവർ ലിക്വിഡ് അല്ല, പ്യുവർ ലിക്വിഡിന് പോലെ ഇല്ലെങ്കിൽ പതിയെ എന്താ ചെയ്യുക, ഫ്ലോ ചെയ്യുവാനുള്ള ടെൻഡൻസി കാണിക്കും. അതുകൊണ്ട് ഈ അമോർഫസ് സോളിഡിനെ നമ്മൾ സ്യൂഡോ സോളിഡ് അല്ലെ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് പറയും. വൈ അമോർഫസ് സോളിഡ് ഈസ് കോൾഡ് സൂപ്പർ കൂൾഡ് ലിക്വിഡ് അല്ലെ സ്യൂഡോ സോളിഡ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ലിക്വിഡ് അമോർഫസ് സോളിഡ് ഹാസ് എ ടെൻഡൻസി ടു ഫ്ലോ, സോ ഇറ്റ് ഈസ് കോൾഡ് എന്താണ്,
സൂപ്പർ കൂൾഡ് ലിക്വിഡ് അല്ലെങ്കിൽ സ്യൂഡോ സോളിഡ് എന്ന് പറയും. എക്സാമിന് ക്വസ്റ്റ്യൻ വരിക, വൈ ഗ്ലാസ് ഈസ് കോൾഡ് സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നാണ് എക്സാമിന് ചോദിക്കുക. വൈ ഗ്ലാസ് ഈസ് കോൾഡ് സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന ചോദ്യം വന്നേക്കാം. അപ്പോൾ ആൻസർ എന്തുവാണ്? ലൈക്ക് ലിക്വിഡ് അമോർഫസ് സോളിഡ് ഹാസ് എ ടെൻഡൻസി ടു ഫ്ലോ, സോ ഇറ്റ് ഈസ് കോൾഡ് സൂപ്പർ കൂൾഡ് ലിക്വിഡ് അല്ലെങ്കിൽ സ്യൂഡോ സോളിഡ് എന്ന് പറയും. ഇനി എക്സാമിന് വൈ ഗ്ലാസ് ഈസ് കോൾഡ് സ്യൂഡോ സോളിഡ് ഓർ സൂപ്പർ കൂൾഡ് ലിക്വിഡ്. അപ്പോൾ ഗ്ലാസ് ഹാസ് എ ടെൻഡൻസി ടു ഫ്ലോ അല്ലെങ്കിൽ ലൈക്ക് ലിക്വിഡ് അമോർഫ് സോളിഡ് ഹാസ് എ ടെൻഡൻസി ടു ഫ്ലോ, സോ ഇറ്റ് ഈസ് കോൾഡ് എന്തുവാണ്? സൂപ്പർ കൂൾഡ് ലിക്വിഡ് ഓർ സ്യൂഡോ സോളിഡ് എന്ന് പറയും. ഇതേ ചോദ്യം തന്നെ മറ്റു രീതിയിൽ എക്സാമിന് വന്നേക്കാം. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിലെ ജനൽ ഗ്ലാസുകൾ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ കുറേ പുതിയ വീടെല്ലാം കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജനൽ ഗ്ലാസ് നമ്മളൊന്ന് തലോടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരും തോറും ഇതിൻ്റെ കട്ടി എന്താ ചെയ്യുക, കൂടി വരുന്നൊരു ഫീലിംഗ് ഉണ്ടാവും. അതിൻ്റെ വൈ ഗ്ലാസ് വിൻഡോ പാൻ ഓഫ് ഓൾഡ് ബിൽഡിംഗ് ആർ തിക്കർ അറ്റ് ബോട്ടം ദാൻ ദി ടോപ്പ്. പഴയ വീടുകൾ, പഴയ കെട്ടിടത്തിൻ്റെ ജനൽ ഗ്ലാസുകൾ മുകൾ ഭാഗം എന്തുവാണ് എൻ്റെ കട്ടി കുറയുകയും അടിഭാഗം കട്ടി കൂടുകയും ചെയ്യും. എന്തുകൊണ്ട് എന്നൊരു ചോദ്യം വന്നേക്കാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്ലാസ് ഒരു സ്യൂഡോ സോളിഡ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്ലാസ്സിലെ കണ്ടൻറ്റുകൾ എന്താ ചെയ്യുക, പതിയെ താഴോട്ടേക്ക് എന്താ ചെയ്യുക, ഒഴുകി വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഗ്ലാസിൻ്റെ കണ്ടൻറ്റുകൾ എന്താ ചെയ്യുക, താഴോട്ടേക്ക് എന്താ ചെയ്യുക, ഒഴുകി വരും. അപ്പോൾ സ്വാഭാവികമായും മുകൾ ഭാഗം എന്താ ചെയ്യുക, തിക്നെസ് കുറയുകയും അടിഭാഗം എന്താ തിക്നെസ് കൂടുകയും ചെയ്യും. അപ്പോൾ ഗ്ലാസ് വിൻഡോ പാൻ ഓഫ് ഓൾഡ് ബിൽഡിംഗ് ആർ തിക്കർ അറ്റ് ബോട്ടം ദാൻ ദി ടോപ്പ്. ഇപ്പോൾ പഴയ കെട്ടിടത്തിൻ്റെ ഗ്ലാസുകൾ അതായത് ജനൽ ഗ്ലാസിൻ്റെ അടിഭാഗം കട്ടി കൂടുകയും മുകൾ ഭാഗം കട്ടി കുറയുകയും ചെയ്യും. എന്തുകൊണ്ട് എന്നൊരു ചോദ്യം. വൈ ഗ്ലാസ് വിൻഡോ പാൻ ഓഫ് ഓൾഡ് ബിൽഡിംഗ് ആർ തിക്കർ അറ്റ് ബോട്ടം ദാൻ ദി ടോപ്പ് എന്ന ചോദ്യം വരും. അപ്പോൾ അതും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് എഴുതേണ്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളൊരു ടേം പറഞ്ഞില്ല, അത് തന്നെയാണ്. എന്തുവാണ്? ലൈക്ക് ലിക്വിഡ് അമോർഫസ് സോളിഡ് ഹാസ് എ ടെൻഡൻസി ടു ഫ്ലോ. ഓക്കെ, സോ എന്നാണ് ഗ്ലാസ് വിൻഡോ പാൻ ഓഫ് ഓൾഡ് ബിൽഡിംഗ് ആർ തിക്കർ അറ്റ് ബോട്ടം ദാൻ ദി ടോപ്പ്. തിക്കർ അറ്റ് ബോട്ടം ദാൻ ദി ടോപ്പ് അല്ലേ? അതുകൊണ്ട് എന്താ ചെയ്യുക, ലിക്വിഡിനെ പോലെ ഇതിനെന്താ ചെയ്യുക, ഒഴുകുവാനുള്ള ടെൻഡൻസി ഉള്ളതിനാൽ ജനൽ ഗ്ലാസിൻ്റെ അടിഭാഗം കട്ടി കൂടുകയും മുകൾ ഭാഗം എന്ത് ചെയ്യും, കട്ടി കുറയുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അങ്ങനെ ഒരു ചോദ്യം വന്നേക്കാം. അതുപോലെ മറ്റൊരു കാര്യങ്ങൾ വരും. നമുക്ക് അമോർഫസ് സോളിഡിനെ നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡുകളാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അമോർഫസ് സോളിഡിനെ നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡുകളാക്കി മാറ്റാൻ പറ്റും. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പതുക്കെ ചൂടാക്കുകയും തണുപ്പിക്കുകയും ചെയ്യാം. ഈ അമോർഫസ് സോളിഡിനെ വളരെ പതുക്കെ എന്ത് ചെയ്യുക, ചൂടാക്കുകയും അതിനുശേഷം നമ്മൾ തണുപ്പിക്കുകയും ചെയ്യാം. ഒരുപാട് കാലം നമ്മൾ ഈ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ചൂടാക്കുകയും തണുപ്പിക്കുകയും നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് കാലം ഇത് കണ്ടിന്യൂസ് ആയി നമ്മൾ ചെയ്യുമ്പോൾ ഈ അമോർഫസ് സോളിഡ് എന്തായി കൺവേർട്ട് ചെയ്യും, ക്രിസ്റ്റലൈൻ സോളിഡുകളായി കൺവേർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗ്ലാസ്സുകൾ ഒരുപാട് കാലം പഴയ കെട്ടിടത്തിൻ്റെ ഗ്ലാസ് ഇതിൻ്റെയൊക്കെ എന്താ ചെയ്യുക, ഒരു മിൽക്കി കളറുകളായി എപ്പിയർ ചെയ്യപ്പെടും. ഓക്കെ അല്ലേ? ഗ്ലാസ് ഒബ്ജക്റ്റ് ഓഫ് ഓൾഡ് സിവിലൈസേഷൻ എപ്പിയർഡ് ടു ബി മിൽക്കി കളർ. ഈ പഴയ കാലങ്ങളിലുള്ള ഗ്ലാസിൻ്റെ ഒബ്ജക്റ്റുകൾ, പഴയ കെട്ടിടത്തിൻ്റെ ഗ്ലാസ്സുകളൊക്കെ എന്താ ചെയ്യുക, ഒരു മഞ്ഞ് മൂടിയ ബോർഡല്ല, ഒരു മിൽക്കി കളറായി എപ്പിയർ ചെയ്യപ്പെടും. അപ്പോൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ഈ അമോർഫസ് സോളിഡുകൾ ഒരുപാട് കാലം, ഇപ്പോൾ ഡേ ടൈമുകളിൽ എന്താ ചെയ്യുക, ഇത് ചൂടാകും, രാത്രി കാലങ്ങളിൽ അത് തണുക്കും. അപ്പോൾ ഇത് ഒരുപാട് കാലം, ഇപ്പോൾ ഡേ ടൈമിൽ എന്താ ചെയ്യുക, ഈ ഗ്ലാസ്സുകൾ എന്താ ചെയ്യുക, പതിയെ ചൂടാവുകയും രാത്രി കാലങ്ങളിൽ ഇത് പതിയെ എന്താ ചെയ്യുക, തണുക്കുകയും ചെയ്യും. അപ്പോൾ ഇത് വർഷങ്ങളോളം ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, ഈ അമോർഫസ് സോളിഡായ ഗ്ലാസ്സുകൾ എന്ത് ചെയ്യും, ക്രിസ്റ്റലൈൻ സോളിഡുകളായി കൺവേർട്ട് ചെയ്യപ്പെടും. അപ്പോൾ സ്വാഭാവികമായും
ഈ ക്രിസ്റ്റലൈൻ സോൾഡുകൾ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ കളറുകൾ എന്താ ചെയ്യുക, ചേഞ്ച് ചെയ്യും. അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ വരും, ഗ്ലാസ് ഒബ്ജക്റ്റ് ഓഫ് ഓൾഡ് സിവിലൈസേഷൻ ആർ അപ്പിയർഡ് ടു ബി മിൽക്കി കളർ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്നാണ് ദിസ് ഈസ് ഡ്യൂ ടു ക്രിസ്റ്റലൈസേഷൻ എന്നൊരു വാക്ക് മതി. ദിസ് ഈസ് ഡ്യൂ ടു ക്രിസ്റ്റലൈസേഷൻ. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം അമോറഫ് സോൾഡ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്രിസ്റ്റലൈൻ സോൾഡ് ബൈ സ്ലോ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് കണ്ടിന്യൂസ്ലി. ഓക്കെ അല്ലേ? അപ്പോൾ അമോറഫ് സോൾഡുകളെ നമുക്ക് ക്രിസ്റ്റലൈൻ സോൾഡുകളായി കൺവേർട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ബൈ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് സ്ലോലി ഫോർ എ ലോങ് ടൈം. ഓക്കെ അല്ലേ? അപ്പോൾ അമോറഫ് സോൾഡ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്രിസ്റ്റലൈൻ സോൾഡ് ബൈ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് സ്ലോലി ഫോർ എ ലോങ് ടൈം. ദാറ്റ് അമോറഫ് സോൾഡ് ബിക്കം കൺവേർട്ട് ഇൻറ്റുന്നാണ് ക്രിസ്റ്റലൈൻ സോൾഡുകളായി മാറും. അപ്പോൾ അമോറഫ് സോൾഡുകളെ ക്രിസ്റ്റലൈൻ സോൾഡുകളായി കൺവേർട്ട് ചെയ്യാനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ എന്തുവാണ്? നമുക്ക് ഈ അമോറഫ് സോൾഡുകളെ വളരെ പതുക്കെ എന്ത് ചെയ്യാം, ചൂടാക്കുകയും തണുപ്പിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഫോർ എ ലോങ് ടൈം, ഒരുപാട് കാലം ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ അമോറഫ് സോൾഡുകൾ എന്തായി കൺവേർട്ട് ചെയ്യപ്പെടും? ക്രിസ്റ്റലൈൻ സോൾഡുകളായി കൺവേർട്ട് ചെയ്യപ്പെടും. അതിൻ്റെ ഭാഗമായി ഈ ഗ്ലാസ് പഴയ നമ്മൾ ഏതെങ്കിലും ഒരു ടൂറിനൊക്കെ പോകുമ്പോൾ പാലസ് കൊട്ടാരത്തിൻ്റെ ഒക്കെ എന്താ ചെയ്യുക, പഴയ ഗ്ലാസ്സുകളൊക്കെ എന്താ ചെയ്യുക, ഒരിക്കലും നല്ല ക്ലീൻ ആയിരിക്കില്ല. അതിനെന്താ ചെയ്യുക, മിൽക്കി കളർ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ വിചാരിക്കുക അത് അവർ കൃത്യമായി ക്ലീൻ ചെയ്യാത്തതിൻ്റെ ഭാഗമാണെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല, ഈ ഒരു ഫിനോമിന അവിടെ നടക്കുന്ന ഒന്നാണ്. അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ വരും, ഗ്ലാസ് ഒബ്ജക്റ്റ് ഓഫ് ഓൾഡ് സിവിലൈസേഷൻ ആർ അപ്പിയർഡ് ടു ബി മിൽക്കി കളർ. എക്സ്പ്ലെയിൻ എന്ന് വെച്ചാൽ സിമ്പിൾ വാക്കാണ്, ദിസ് ഈസ് ഡ്യൂ ടു ക്രിസ്റ്റലൈസേഷൻ എന്നൊരു വാക്കാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്രിസ്റ്റലൈനും അമോർഫസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വെച്ച് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചേക്കാം. ഒരു ക്വസ്റ്റ്യൻ എന്തുവാണ്? ഗ്ലാസ് വിൻഡോ പെയിൻ ഓഫ് ഓൾഡ് ബിൽഡിംഗ് ആർ തിക്കർ അറ്റ് ബോട്ടം ദാൻ ദി ടോപ്പ്. അപ്പോൾ എന്തുവാണ് ആൻസർ? ലൈക്ക് ലിക്വിഡ് അമോർഫസ് സോളിഡ് ഹാസ് എ ടെൻഡൻസി ടു ഫ്ലോ. സോ എന്താണ്? ഗ്ലാസ് വിൻഡോ പെയിൻ ഓഫ് ഓൾഡ് ബിൽഡിംഗ് ആർ തിക്കർ അറ്റ് ബോട്ടം ദാൻ ദി ടോപ്പ്. ഇനി വൈ ഗ്ലാസ് ഈസ് കോൾഡ് സൂപ്പർ കൂൾ ലിക്വിഡ് എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ അതേ ആൻസർ തന്നെയാണ്. ലൈക്ക് അമോർഫസ് സോളിഡ് like liquid amorphous solid has a tendency to flow, so glass is called super cooled liquid or pseudo solid. ഓക്കെ അല്ലേ? ഇനി ഗ്ലാസ് ഒബ്ജക്റ്റ് ഓഫ് ഓൾഡ് സിവിലൈസേഷൻ ആർ അപ്പിയർഡ് ടു ബി മിൽക്കി കളർ എന്ന് ചോദിച്ചാൽ ആൻസർ എന്തുവാണ്? ദിസ് ഈസ് ഡ്യൂ ടു ക്രിസ്റ്റലൈസേഷൻ എന്നൊരു വാക്കാണ് അതിൻ്റെ ആൻസർ. അല്ലെങ്കിൽ ബൈ സ്ലോ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഫോർ എ ലോങ് ടൈം അമോർഫസ് സോളിഡ് ഈസ് കൺവേർട്ട് ഇൻ ടു ക്രിസ്റ്റലൈൻ സോളിഡ്. അതുകൊണ്ടാണ് അതിന് മിൽക്കി കളറുകൾ അപ്പിയർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ സോളിഡിൻ്റെ മെയിൻ ക്ലാസിഫിക്കേഷനായ ക്രിസ്റ്റലൈൻ സോളിഡും അതുപോലെ അമോർഫസ് സോളിഡുകളെയും കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ.